ഹലോ വെൽക്കം ടു ഫാൽക്കൺ ഫ്രീ PSC. നമ്മൾ കമ്മീഷൻസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. തീർച്ചയായിട്ടും ഈ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം. ആദ്യം പറഞ്ഞ ക്ലാസ്സിലത്തെ റിവിഷനും കൂടെ ആയിട്ടാണ് നമ്മൾ ഇനി പറയുന്ന ക്ലാസ്സുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും കേന്ദ്ര വിജിലൻസ് കമ്മീഷനുമാണ് പഠിച്ചത്. ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പം ആരംഭിക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1998 ഡിസംബർ 11 വർഷമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓർത്തിരിക്കണം, 1998. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1993. അപ്പൊ ദേശീയ തലത്തിൽ 1993. എന്നാൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനോ 1998. വർഷം ഓർത്തിരിക്കണം, 1993 ഉണ്ട്. 1998 ആണ് കേരള സംസ്ഥാനത്തിൻ്റെത്. അപ്പം റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് തന്നെ പോകണം, അതാണ് നല്ലത്. അപ്പം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയോ? നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് റിവിഷനായി തന്നെ കിട്ടും. എവിടെയാണ്? മാനവാധികാർ ഭവൻ, ന്യൂഡൽഹി. കേട്ടോ, മാനവാധികാർ ഭവൻ, ന്യൂഡൽഹി ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഓക്കെ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെയും എല്ലാം നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഓക്കെ, നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതി. അപ്പോയിന്റ് ചെയ്തത് ആരാണ്? ഗവർണർ. നീക്കം ചെയ്യുന്നതോ? രാഷ്ട്രപതി. ഓർത്തിരിക്കുക. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സംസ്ഥാന തലത്തിലായപ്പോഴോ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യാൻ കഴിവുള്ളത് രാഷ്ട്രപതിക്കും മാത്രമാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങളെയും കാലാവധി എത്ര? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. ഓർത്തിരിക്കുക, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയോ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയാണ്. അപ്പം ഓർത്തിരിക്കുക എളുപ്പമാണല്ലോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ വർഷം എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. ആർക്കൊക്കെ ആകാം അല്ലേ? ക്വാളിഫിക്കേഷൻ നോക്കണ്ടേ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് പദവി വഹിച്ച വ്യക്തിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാവുന്നത്. ഒന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജി, കേട്ടോ, ഒരു ജഡ്ജ്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന് ആകാൻ കഴിയുള്ളൂ. ഓർക്കുക. അപ്പം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാൻ ആരാണ്? കേട്ടോ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ M പരീത് പിള്ളയാണ്. കേട്ടോ, ജസ്റ്റിസ് M പരീത് പിള്ളയാണ്. നമ്മൾ പറഞ്ഞു ജസ്റ്റിസ് എന്ന് വന്നല്ലേ. അപ്പം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ജഡ്ജിന് മാത്രമേ ആകാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ ജസ്റ്റിസ് M പരീത് പിള്ളയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അപ്പൊ ആരായിരുന്നു? നമ്മൾ പറഞ്ഞല്ലേ, മനുഷ്യന്റെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ഒരു രംഗപ്രവേശനം നടത്തി. ആര്? രംഗനാഥ മിശ്ര. അതേപോലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് M പരീത് പിള്ള. അപ്പൊ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ഒന്നുകൂടി പറയാം. ഈ M പരീത് പിള്ളയെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. ഓക്കെ, നിലവിലത്തേത് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. ഇതാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, അപ്പം ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കഴിവതും എല്ലാവരും ലൈവിൽ തന്നെ എത്താൻ നോക്കണം. അടുത്തതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC. കേട്ടോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇതേപോലെ എല്ലാ കമ്മീഷൻസും നമ്മൾ പഠിക്കും. ഓരോ ക്ലാസ്സും കണ്ടിട്ട് വേണം ലൈവിൽ എത്താൻ. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യും തോറും നമുക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം തെറ്റ് നമ്മൾ പഠിക്കും, നമുക്ക് തറവായി കിട്ടും. ഓക്കെ. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1926 ആണ്. 1926 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. UPSC രൂപീകൃതമായത് എപ്പോഴാണ്? 1926. UPSC ചെയർമാനും മറ്റംഗങ്ങളെയും നിയമിക്കുന്നതും പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്.
UPSC കാര്യം വന്നപ്പോഴും നമുക്ക് എളുപ്പമായല്ലോ. വിജിലൻസ് കമ്മീഷന്റെയും എളുപ്പമായിരുന്നല്ലോ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും ഓർത്തിരിക്കുക. UPSCയുടെ ആസ്ഥാനം എവിടെയാണ്? ധോൾപൂർ ഹൗസ്, ന്യൂഡൽഹിയാണ് UPSCയുടെ ആസ്ഥാനം. ധോൾപൂർ ഹൗസ്. അപ്പം വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? സ്തർക്കദാ ഭവൻ, ന്യൂഡൽഹി. വിജിലൻസ് കമ്മീഷന്റെ എവിടെയാണ്? സ്തർക്കദാ ഭവൻ, ന്യൂഡൽഹി. റിപ്പീറ്റ് ചെയ്ത് തന്നെ പോണം. UPSCയുടെ ആസ്ഥാനമോ? ധോൾപൂർ ഹൗസ്, ന്യൂഡൽഹി. ഇഷ്ടംപോലെ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചെയർമാൻ ഉൾപ്പെടെയുള്ള UPSCയുടെ അംഗസംഖ്യ എത്രയാണ്? 11. ഇമ്പോർട്ടന്റ് ആണ്, 11 ആണ്. ചെയർമാൻ ഉൾപ്പെടെയുള്ള UPSCയുടെ അംഗസംഖ്യ 11. ഇനി ഒരു UPSC ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? നമ്മൾ കാലാവധികളെല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ മറന്നു പോകും. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നമ്മൾ അടുത്ത കമ്മീഷൻസ് എല്ലാം പഠിക്കുമ്പോഴും ഇതെല്ലാം പറഞ്ഞു തന്നെ പോകത്തുള്ളൂ. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കാലാവധി പൂർത്തിയാക്കിയ UPSC ചെയർമാൻ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥനാകാൻ പിന്നീട് യോഗ്യനല്ല, അല്ലേ? ചെയർമാൻ യോഗ്യനല്ല, പക്ഷെ മറ്റ് അംഗങ്ങൾക്കോ UPSC ചെയർമാനും ആകാം, സംസ്ഥാന കമ്മീഷന്റെ ചെയർമാനും ആകാൻ പറ്റും. അത് ഓർത്തിരിക്കുക. UPSC ചെയർമാനും മറ്റംഗങ്ങളെയും രാജി സമർപ്പിക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഓക്കെ, രാജി സമർപ്പിക്കേണ്ടത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതും ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ, രാഷ്ട്രപതി. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. UPSC ഫസ്റ്റ് ചെയർമാൻ ആരാണ്? സർ റോസ് ബാർക്കർ ആണ് ഫസ്റ്റ് ചെയർമാൻ. ഒരു ഇന്ത്യക്കാരനായിരുന്നു? അല്ല. അതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു വ്യത്യാസം, ഒരു ട്വിസ്റ്റ് എന്ന് തന്നെ പറയാം. ഫസ്റ്റ് UPSC ചെയർമാൻ ആരാണ്? സർ റോസ് ബാർക്കർ ആണ് ഫസ്റ്റ് UPSC ചെയർമാൻ. അടുത്ത ചോദ്യം, UPSC ഫസ്റ്റ് ഇന്ത്യൻ ചെയർമാൻ ആരാണ്? ഇന്ത്യനായ ഫസ്റ്റ് UPSC ചെയർമാൻ ആരാണ്? അവിടെയാണ് വ്യത്യാസം വരുന്നത്. HK കൃപലാനി ആണ് ഫസ്റ്റ് ഇന്ത്യൻ ചെയർമാൻ കേട്ടോ. UPSCയുടെ ഫസ്റ്റ് ഇന്ത്യൻ ചെയർമാൻ HK കൃപലാനി. എന്നാൽ UPSCയുടെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ റോസ് ബാർക്കർ ആണ്. ഓക്കെ, ഇന്ത്യൻ ആയത് ആരാണെന്ന് ചോദിച്ചാലോ HK കൃപലാനി. മനസ്സിലാക്കണം. ഫസ്റ്റ് മലയാളി UPSC മെമ്പർ, അല്ലെ? ഒരു മലയാളി മെമ്പർ ആയിട്ടുണ്ട്. എങ്ങനെ? അടിയൊക്കെ കൂടിയായിരിക്കും, അല്ലെ? KG അടിയോടി. KG അടിയോടിയാണ് ഫസ്റ്റ് മലയാളി UPSC മെമ്പർ കേട്ടോ. UPSCയിലെ അംഗമായിരുന്നു. ആരാണ്? KG അടിയോടി. ഓർത്തിരിക്കുക. മെമ്പർ ആകാൻ കഴിഞ്ഞു കേട്ടോ. അടിയോടിയൊക്കെ കൂടി എന്നൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറയാം, അങ്ങനൊന്നും അല്ല വസ്തുത. അപ്പം ആരാണ്? KG അടിയോടിയാണ് ഫസ്റ്റ് മലയാളി UPSC മെമ്പർ. അപ്പൊ ഇതൊന്ന് ഓവറോൾ പറയാം. ഫസ്റ്റ് UPSC ചെയർമാൻ ആരാണ്? സർ റോസ് ബാർക്കർ ആണ് ഫസ്റ്റ് UPSC ചെയർമാൻ. ഇന്ത്യനായ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? HK കൃപലാനി. ഇനി മലയാളിയായ ആദ്യ UPSC മെമ്പർ ആരാണ്? KG അടിയോടി. ഓർത്തിരിക്കുക. ഇനി UPSCയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? അല്ലെ? വനിതകളെ ഉറപ്പായിട്ടും ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. UPSCയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ റോസ് മില്യൺ മാത്യു ആണ് കേട്ടോ. റോസ് ബില്യൺ മാത്യു ആണ് കേട്ടോ. റോസ് ബില്യൺ മാത്യു ആണ് ആദ്യ വനിതാ ചെയർപേഴ്സൺ കേട്ടോ. എന്നാൽ ആദ്യ ചെയർമാൻ ആരായിരുന്നു? സർ റോസ് ബാർക്കർ തന്നെ, അല്ലെ? റോസ് വന്നിട്ടുണ്ട് ഇവിടെ, അല്ലെ? ആദ്യ ചെയർമാൻ ആരാണ്? സർ റോസ് ബാർക്കർ. ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ റോസ് മില്യൺ മാത്യു കേട്ടോ. ബില്യൺ മാത്യു ആണ്. റോസ് ബില്യൺ മാത്യു ആണ്. റോസ് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. റോസ് ബില്യൺ മാത്യു ആണ്. ഓർത്തിരിക്കണം. UPSCയുടെ നിലവിലെ ചെയർമാൻ നമ്മൾ അരവിന്ദ് സക്സേനയും പഠിച്ചിരിക്കുമായിരിക്കും, അല്ലെ? എന്നാൽ മാറിയിട്ടുണ്ട്. ഓർത്തിരിക്കുക. ഇതൊരു കറണ്ട് അഫെയർ കൂടിയാണ്. പ്രദീപ് കുമാർ ജോഷിയാണ് നിലവിലെ UPSC ചെയർമാൻ. പ്രദീപ് കുമാർ ജോഷി. ഓപ്ഷൻ എയിൽ തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ അരവിന്ദ് സക്സേന തരും, സ്വാഭാവികം, അല്ലെ? പ്രദീപ് കുമാർ ജോഷിയാണ്. ഓർത്തിരിക്കണം. UPSCയുടെ നിലവിലെ ചെയർമാൻ പ്രദീപ് കുമാർ ജോഷി. അപ്പം നമ്മൾ പറഞ്ഞു 1926 UPSC രൂപീകൃതമായത്. അതിനു മുമ്പേ 1924 ലീ കമ്മീഷൻ കേട്ടോ. ലീ കമ്മീഷൻ ഓർത്തിരിക്കണം. പല കമ്മീഷൻസ് നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അതിന് മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെ? ലീ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് 1926 UPSC രൂപീകൃതമായത്. ഏത് കമ്മീഷനാണ്? ലീ കമ്മീഷൻ. ഇതേപോലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷനും നിലവിൽ വരാൻ വേണ്ടി ഒരു കമ്മിറ്റി കാരണമായിരുന്നു. ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? ഏതാണ്? സന്താനം കമ്മിറ്റി. സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അതേപോലെ UPSC നിലവിൽ വരുന്നത് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. 1926 നിലവിൽ വന്നു. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വർഷം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം.
അതിന്റെ കൂട്ടത്തിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി രൂപീകൃതമായ വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1975. അപ്പം പഠിപ്പിച്ചതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ലൈവുകളിൽ തന്നെ കഴിവതും എത്താൻ ശ്രമിക്കുക. ഇതിന്റെ കണ്ടന്റ്സുകളെല്ലാം നമ്മൾ ഇട്ട് തരും. അപ്പം ടെലിഗ്രാമിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ലിങ്ക് വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള ക്ലാസ്സിന്റെ ടൈമിങ്ങുകളും ഷെഡ്യൂൾസും എല്ലാം അവിടെ തന്നെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കഴിവതും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി റീപ്ലൈ അടിച്ച് കാണുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ടെലിഗ്രാമിൽ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്, എപ്പോൾ വേണേലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കാണാം. അപ്പം താങ്ക് യു.